بسم الله الرحمن الرحيم. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان بسم الله ولا حول ولا قوة إلا بالله العلي العظيم بسم الله ولا حول ولا قوة إلا بالله العلي العظيم بسم الله ولا حول ولا قوة إلا بالله العلي العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ أخذنا ميثاق النبيين لما آتيتكم من كتاب وحكمة ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أخذتم وأخذتم على ذلكم إصري قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين പരിശുദ്ധ ഖുർആനിൽ ബയ്യന അല്ലാഹു അസ്സ വജൽ من أحب سنتي فقد أحبني ومن أحبني كان معي في الجنة أو كما قال شفيعنا رسول الله يا أكرم الكرماء لا أعطابكم عمر الفقير المرتجي لجنابكم يرجو العطاء على البكاء ببابكم والدمع في خديه سال سجيما صلوا عليه وسلموا تسليما لا من كريم مثلكم للمرتجي في من مضى قبلا ولا في من يجي وأنا اللهيف فكربة لي فرجي حيران من ذنبي أسفت كظيما صلوا عليه وسلموا تسليما ما جف دمع سال من عينيني لكنه يجري على الخدين ما جف دمع سال من عينيني لكنه يجري على الخدين من حب قلبي سيد الكونين حيا وميتا في التراب رميما صلوا عليه وسلموا تسليما
اعلم أمة سيدنا ومولانا محمد. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, നാട്ടിലെ പ്രഗത്ഭരായ ആളുകൾ, കമ്മിറ്റി ഭാരവാഹികൾ, എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടിയതുപോലെ നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അവൻ്റെ ജന്നാത്തുൻ നഈം എന്ന സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു വിട്ടുപുറത്തു മാഫാക്കി തരട്ടെ. മഹാന്മാരുടെ ഹഖ് ജാഹ ബർക്കത്ത് കൊണ്ട് ഇതുപോലുള്ള സദസ്സുകൾ സംഘടിപ്പിക്കുമ്പോൾ അതിലേക്ക് പരിപൂർണമായ മനസ്സോടുകൂടെ, തുറന്ന മനസ്സോടുകൂടെ, ഇഖ്ലാസോടുകൂടെ പോയി ഇരുന്ന് സംഗമിക്കാൻ അള്ളാഹു സന്മനസ്സും സൗഭാഗ്യവും തരട്ടെ. ഞാൻ ആമുഖമൊന്നും നീട്ടിപ്പരത്തി പറയുന്നില്ല, സമയം വളരെ പരിമിതമാണ്. എന്നിൽ അർപ്പിതമായ വിഷയം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നിങ്ങൾ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ അതിനെക്കുറിച്ച് അല്പം സംസാരിക്കുക എന്നതാണ്. അതിൻ്റെ ഇടയിൽ മറ്റു വേറെ അതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഏൽപ്പിക്കപ്പെട്ട വിഷയം സംസാരിച്ച് തീർക്കാൻ പറ്റിയ സമയം ഇതല്ല. വേറൊരു സമയം കൊണ്ട് സംസാരിച്ച് തീർക്കാനും പറ്റൂല. അള്ളാഹുവിന്റെ റസൂലിന്റെ മദഹുകളും റസൂലിന്റെ പ്രകീർത്തനങ്ങളും പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഒരു മണിക്കൂർ കൊണ്ടോ, ഒരു രാത്രി കൊണ്ടോ, ഒരു ദിവസം കൊണ്ടോ, ഒരു മാസങ്ങളോ കൊല്ലങ്ങളോ കൊണ്ടൊന്നും കഴിയുന്ന കാര്യമല്ല. അപ്പൊ പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന പണി എന്താന്ന് വെച്ചാൽ, സദസ്സിന്റെ ബറക്കത്ത് കരസ്ഥമാക്കാൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു, അത്ര. ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ പറയാനും അത് ജീവിതത്തിൽ പകർത്താനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 10 മണിയാകുമ്പോഴത്തേനും ഇൻഷാ അല്ലാഹ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഇഷ്ക്, റസൂലിന്റെ മേലുള്ള മുഹബ്ബത്ത്, അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ മുഹബ്ബത്ത് ഉണ്ടാക്കാനാണോ നമ്മളിപ്പോ ഒരുമിച്ച് കൂടിയത്? അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? അല്ല, മുഹബ്ബത്ത് ഉണ്ട്. മുഹബ്ബത്ത് ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾ വന്നത്. മുഹബ്ബത്ത് ഉണ്ട്. ആ ഉള്ള മുഹബ്ബത്തിനെ എന്ത് ചെയ്യാ, ഒന്നും കൂടിയും ഉഷാറാക്കി എടുക്കുക. മുഹബ്ബത്ത് ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ വന്നത്. പക്ഷെ നമ്മുടെ ഈമാനും നമ്മുടെ ആ മുഹബ്ബത്തും എന്തല്ല, പരിപൂർണമായിട്ടില്ല. ഒരു ശരിയായ രൂപത്തിലുള്ള മുഹബ്ബത്തോ ശരിയായ രൂപത്തിലുള്ള ഈമാനോ ഇഖ്ലാസോ ഉള്ള ആളുകളല്ല നമ്മൾ. അപ്പോ ചെറിയൊരു തീയിന്റെ കനലുണ്ട്, ചെറുത്. അതിനെങ്ങനെ ഊതി 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 അതിനെ വലിയൊരു തീയാക്കി മാറ്റുക, വലിയ പ്രകാശമാക്കി മാറ്റുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളോട് മാത്രമല്ല, എന്റേതും കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാനും വലിയ തികഞ്ഞ ആളൊന്നുമല്ല. നമ്മളൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ മുഹബ്ബത്തുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സദസ്സ് സംഘടിപ്പിച്ചത്. അതുകൊണ്ടാണ് നമ്മളോട് ഒരുമിച്ച് കൂടിയത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു വസ്തുത എന്താന്ന് വെച്ചാൽ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതലുള്ള ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. ഈ പ്രവാചകന്മാരിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ശ്രേഷ്ഠതയും ഫളീലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത് നമ്മുടെ നബിക്കാണ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ചാല്, ആദം നബി അലൈഹിസ്സലാം മുതലുള്ള എല്ലാ നബിമാരുടെ അനുയായികളിൽ നിന്നും ആളുകളിൽ നിന്നും ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ നമ്മളാണ്. കാരണം എന്താ, ഏറ്റവും ശ്രേഷ്ഠരായ നബി നമ്മുടെ നബി ആയതുകൊണ്ട് തന്നെ. ഏറ്റവും ശ്രേഷ്ഠരായ നബി നമ്മുടെ നബി ആയതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഖൗമും നമ്മൾ തന്നെയാണ്. ആദം നബി മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള ഓരോ സമുദായത്തിന്റെ അടുത്ത് നോക്കിയാൽ ഏറ്റവും ശ്രേഷ്ഠരായ ഖൗമ് നമ്മളാണ്. എന്നാൽ ജീവൻ ഉണ്ടായിരുന്നോ? ഇല്ലല്ലേ? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. ഈ കണ്ട പ്രവാചകന്മാർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നുബുവത്തും റിസാലത്തും കൊടുക്കുന്നതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആലമുൽ അർവാഹിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കരാർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നബിയുടെ ഒരു പവറാണ് ഞാൻ പറയുന്നത്.
وإذا أخذنا ميثاق النبيين لما آتيتكم من كتاب وحكمة അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി മുതലുള്ള എല്ലാ പ്രവാചകന്മാരോടും ഒരു കരാർ ചെയ്തിട്ടുണ്ട്. ഓരോ പ്രവാചകന്മാരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ കിതാബ് തരാം, നബുവത്ത് തരാം, റിസാലത്ത് തരാം. കിതാബും ഏടുകളും കിട്ടിയ പ്രവാചകന്മാരുണ്ട്. അവരോട് അല്ലാഹു പറയുന്നു, നിങ്ങളുടെ ഭരണകാലത്ത് നിങ്ങളുടെ നബുവത്തും റിസാലത്തും നിങ്ങളുടെ കിതാബും നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ നിങ്ങളിലേക്ക് ഒരു പ്രവാചകൻ കടന്നു വന്നാൽ, ഏത് പ്രവാചകൻ? നിങ്ങളുടെ കയ്യിലുള്ള കിതാബിനെ ശരിപ്പെടുത്തുന്ന കിതാബുള്ള പ്രവാചകൻ കടന്നു വന്നാൽ, ഹുവ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ നിങ്ങളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എന്ത് ചെയ്യണം? ആ പ്രവാചകനെ നിങ്ങൾ അംഗീകരിക്കണം. മനസ്സിലായില്ല? മൂസാ നബി തൗറാത്തുമായിട്ട് പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂജാതനായിരുന്നു എങ്കിൽ പിന്നെ എന്തില്ല? തൗറാത്ത് ഇല്ല. അത്ര വരെ ആളുകൾ ഇസ്ലാമക്ക് വരുമ്പോൾ ചെല്ലുന്ന ഷഹാദത്ത് കലിമ എന്തായിരിക്കും? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന. പറഞ്ഞോളൂ, നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ? ഇല്ലല്ലോ, ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. വ അഷ്ഹദു അന്ന മൂസാ റസൂലുള്ളാഹ് എന്നായിരിക്കൂലേ? മനസ്സിലായോ? മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അങ്ങനല്ലേ പറയാ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മൂസാ റസൂലുള്ളാഹ്. ആ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പൂജാതനായിരുന്നുവെങ്കിൽ ആ ഷഹാദത്ത് കലിമ പോകുന്നു. പിന്നെ ഇസ്ലാമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് തന്നെ പറയണം. അത് മാത്രല്ല, മൂസാ നബി ഇസ്ലാം മതം പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നാൽ പിന്നെ അവിടെയുള്ള ആളുകൾ ആരെ അനുയായികളാണ്? മൂസാ നബിയുടെ അനുയായികളല്ല, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാണ്. ആരടക്കം? മൂസാ നബി അടക്കം. അതാണ് നമ്മുടെ റസൂലിന്റെ പവർ. മൂസാ നബി അടക്കം പിന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ച ആ സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ് മൂസാ നബി. പിന്നെ പ്രബോധനം ചെയ്യേണ്ടത് തൗറാത്തിന്റെ വഴിയല്ല, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ വഴിയാണ്. ഇങ്ങനെ ഒരു കരാർ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രവാചകന്മാരോടും കരാർ ചെയ്തിട്ടുണ്ട്. ഇബ്രാഹിം നബിയോട്, മൂസാ നബിയോട്, ഈസാ നബിയോട്, സുലൈമാൻ നബിയോട് എന്ന് വേണ്ട എല്ലാ പ്രവാചകന്മാരോടും കരാർ ചെയ്തു എന്ന് മാത്രമല്ല, അവരൊക്കെ ആ കരാർ സ്വീകരിക്കുകയും ചെയ്തു. ഞങ്ങളൊക്കെ അതിന് സാക്ഷിയാണെന്ന് പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾ മാത്രമല്ല അതിന് ഞാനും സാക്ഷിയാണ്. എപ്പോ ആലമുൽ അർവാഹത്തെ വിഷയമാണ്. ഇതിപ്പോ എന്തിനാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞെന്നറിയോ? ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തും റിസാലത്തും മാത്രം അംഗീകരിക്കുന്ന ആളുകളുണ്ട്. നബീനെ അംഗീകരിക്കുക. മനസ്സിലായില്ല? മുഹമ്മദ് എന്ന ഒരു വ്യക്തിയെ അംഗീകരിക്കാതെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാത്രം അംഗീകരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ മനസ്സിലായിട്ടില്ല? അതായത് 40ാമത്തെ വയസ്സിന് ശേഷം അള്ളാഹുവിന്റെ റസൂലിന് നബുവത്ത് കിട്ടി, അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അതിനു മുമ്പ് അത് മുഹമ്മദ് എന്ന ഒരു വ്യക്തി മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന ഖൗമുണ്ട്. തെറ്റാണ്. അങ്ങനെ പറയലും ചിന്തിക്കലും ഇസ്ലാമിന് പുറത്താണ്. കാരണം എന്തേ? അപ്പൊ ചിലപ്പോ നമ്മളും ബുദ്ധി കൊണ്ട് ചിന്തിക്കും 40ാമത്തെ വയസ്സിന് ശേഷമല്ലേ നബിയായത്, റസൂലായത്, അതുകൊണ്ട് മതിയോ? 40ാമത്തെ വയസ്സിന് ശേഷമാണ് റസൂലായതെങ്കിലും നബിയായതെങ്കിലും നമ്മൾ ബഹുമാനിക്കേണ്ടതും ആദരിക്കേണ്ടതും അംഗീകരിക്കേണ്ടതും ആ നബിയായ മുഹമ്മദിനെ മാത്രല്ല 40ന് മുമ്പുള്ള മുഹമ്മദിനെ കൂടി നമ്മൾ അംഗീകരിക്കണം. കാരണം എന്താണെന്നറിയോ? അതിന് ഏറ്റവും വലിയ തെളിവ്
പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ഥലത്ത് പോലും യാ മുഹമ്മദ് എന്ന് പ്രയോഗിച്ചിട്ടില്ല. എല്ലാ സ്ഥലത്തും അല്ലാഹു വിളിക്കുന്നത് യാ നബി അല്ലാ യാ റസൂൽ എന്നൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിലും യാ മുഹമ്മദ് അല്ലാഹു വിളിച്ചിട്ടില്ല. മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂലിന് നുബുവത്ത് കിട്ടുന്നത് 40-ന് ശേഷം. 40-ന് മുമ്പ് ആരാണ്? മുഹമ്മദ് എന്നൊരു വ്യക്തിയാണ്. അങ്ങനെയെങ്കിൽ നാളെ മരിച്ച് മഹ്ശറ വൻസഭയിൽ പോയിട്ട് എത്തുമ്പോ, നമുക്കൊക്കെ മദ്രസയിൽ 2ാം ക്ലാസ് മുതൽ പഠിക്കുന്നതല്ലേ, മഹ്ശറയിൽ പോയി എത്തുമ്പോ ഒരു ഷാൻ മുകളിൽ സൂര്യൻ നിൽക്കുന്ന സമയത്ത് ഈ വെയില് സഹിക്കാൻ പറ്റാതെ ആദം നബി മുതലുള്ള എല്ലാ പ്രവാചകന്മാരുടെ അടുത്തേക്ക് നമ്മൾ പോകുമല്ലോ. പോയിട്ട് ഒരു നബിമാരെ കൊണ്ടും നമ്മെ രക്ഷിക്കാൻ കഴിയാതെ വരുമ്പോ അവസാനമായിട്ടാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറയും, ഞാൻ നിങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യാം എന്ന് പറഞ്ഞ് നബി തങ്ങൾ സുജൂദ് ചെയ്യും എന്ന് ചരിത്രത്തിലുണ്ട്. ആ സുജൂദ് ചെയ്യുമ്പോ അള്ളാഹു നബി തങ്ങൾ വിളിക്കുന്നത് എങ്ങനെയാണ് കേട്ടിട്ടില്ല നിങ്ങള്? അവിടെ നബിയെ എന്ന് വിളിച്ചിട്ടില്ല, റസൂലേ എന്ന് വിളിച്ചിട്ടില്ല. മുഹമ്മദ്, ഓ മുഹമ്മദ്, തല ഉയർത്തൂ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ തരാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടെങ്കിലോ അംഗീകരിക്കേണ്ടത് നുബുവത്ത് കിട്ടിയതിനു ശേഷമുള്ള റസൂലിനെ മാത്രമല്ല, അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 40-ന് മുമ്പും ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. അഷ്റഫുൽ ഖൽഖ് തന്നെയാണ്. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബി വ മിൻ അജമി. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ അത് സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനത്തെ ചില വിഷയങ്ങളെ ചർച്ച ചെയ്യുമല്ലോ, സാധാരണക്കാരായ ആളുകളൊക്കെ അതിൽ വീണു പോകണ്ട, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഞാൻ തുടക്കത്തിൽ ഓതിയ ഹദീസിലേക്ക് വരികയാണ്. മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ ആരെങ്കിലും മുറുകെ പിടിച്ചാൽ ഫഖദ് അഹബ്ബനി, അവൻ എന്നെ സ്നേഹിച്ചതുപോലെയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, എന്റെ സുന്നത്തിനെ ഒരാൾ സ്നേഹിച്ചാൽ ഫഖദ് അഹബ്ബനി, അവൻ എന്നെ സ്നേഹിച്ചതുപോലെ. വമൻ അഹബ്ബനി, ഇനി എന്നെ ആരെങ്കിലും സ്നേഹിച്ചാൽ കാന മഈ ഫിൽ ജന്ന, അവൻ എന്റെ കൂടെ സ്വർഗ്ഗത്തിലാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ നബി തങ്ങളുടെ സുന്നത്തിനെ സ്നേഹിക്കുക, നബി തങ്ങളുടെ ചര്യയെ സ്നേഹിക്കുക. അതെങ്ങനെ? നബി തങ്ങളുടെ സുന്നത്ത് എന്തൊക്കെ അറിയാം നിങ്ങൾക്ക്? നമുക്ക് എന്തൊക്കെ സുന്നത്തുകൾ അറിയാം? സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് റവാത്തിബ് നിസ്കരിക്കുന്നതും മാത്രം സുന്നത്താണെന്ന് വിചാരിച്ച കുറച്ച് ആൾക്കാരുണ്ട്. തലയിൽ തൊപ്പി ധരിക്കൽ മാത്രം സുന്നത്താണെന്ന് വിചാരിച്ച ആൾക്കാരുണ്ട്. സത്യത്തിൽ പറഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഉറങ്ങി എണീറ്റ് രാത്രി ഉറങ്ങുന്നത് വരെ, ഉറങ്ങാൻ കിടന്നിട്ട് രാവിലെ എണീക്കുന്നത് വരെ എല്ലാ സമയവും നബിതങ്ങളുടെ സുന്നത്തിന്റെ കൂലി കിട്ടണമെന്ന് വിചാരിച്ചാൽ കിട്ടിക്കാൻ പറ്റും. എല്ലാ സ്ഥലത്തും നബി തങ്ങളുടെ സുന്നത്ത് എടുക്കാനുണ്ട് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരു മുസ്ലിം മറ്റുള്ളവരെ പോലെയല്ല. അവൻ എങ്ങനെ ഇരിക്കണം, അവൻ എങ്ങനെ നടക്കണം, അവൻ എങ്ങനെ കിടക്കണം, അവൻ എങ്ങനെ കുടിക്കണം, എങ്ങനെ കഴിക്കണം, ചിരിക്കാനും കരയാനും വരെ നിയമം പറയുന്ന ഒരേ ഒരു മതം പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം മാത്രമാണ്. ഒരു രസകരമായ സംഭവം പറയാം. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഒരു ജൂതനായ മനുഷ്യൻ ഒരു സ്വഹാബിയെ ടൗണിൽ വെച്ച്, അങ്ങാടിയിൽ വെച്ച് കണ്ടപ്പോ ഒരു സ്വഹാബിയോട് ചോദിച്ചു, നിങ്ങൾ മുഹമ്മദിന്റെ ഒരു സുന്നത്ത് പറഞ്ഞു തരുമോ? സത്യത്തിൽ ഇയാൾ ആളെ കളിയാക്കിയതാണ്, മങ്കാക്കിയിട്ട് കേട്ടത്. വെറുതെ ഒന്ന് പിരാന്താക്കുക വേണമായിട്ട് വെറുതെ കേട്ടത്. നിന്റെ മുഹമ്മദിന്റെ സുന്നത്തൊന്ന് ചൊന്നല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി പറഞ്ഞു ആ ജൂതനോട്, എന്റെ മുഹമ്മദിന്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത് ഇവിടെ നിന്ന് പറയാൻ പറ്റിയതല്ല. അപ്പൊ ഈ ചോദിച്ച ആൾക്ക്, ഈ കേട്ട ആൾക്ക് സുന്നത്ത് എന്തിനാണ് കൊന്തില്ലാവാ? ഈ സുന്നത്ത് ചൊല്ലുടെ സാമാൻ എന്തിനാണ് ഇയാൾക്ക് പിടിയില്ല? അപ്പൊ
ഇവിടുന്ന് പറയാൻ പാടില്ല എന്ന് പറയുമ്പോ ഇയാൾക്കൊരു ജിജ്ഞാസയായി, അതെന്തായിരിക്കും അങ്ങനത്തെ ഒരു സാധനം. അപ്പൊ ഇയാൾ ചോദിച്ചു, പിന്നെ എവിടെന്നാ പറയാ? ഈ സ്വഹാബി പറഞ്ഞു, 200 ദിർഹം കൊണ്ടുവന്നാൽ എന്റെ വീട്ടിലേക്ക് വന്ന ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇയാൾക്ക് പിന്നെ ഇൻട്രസ്റ്റ് ആയി, ഒരു സുന്നത്തിന് 200 ദിർഹം വില, അതെന്തായിരിക്കും സാധനം? അങ്ങനെ ഈ ജൂതനായ മനുഷ്യൻ ഇല്ലാത്ത പൈസയൊക്കെ ഉണ്ടാക്കി അവിടുന്നൊക്കെ കടം വാങ്ങി അത് ഇതൊക്കെ തട്ടിക്കൂട്ടി 200 ദിർഹം ഉണ്ടാക്കി സ്വഹാബിന്റെ വീട്ടിലേക്ക് പോയിട്ട് വാതില് മുട്ടിയപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി പുറത്തേക്ക് വന്നപ്പോ ഈ ജൂതനായ മനുഷ്യൻ 200 ദിർഹം കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ എനിക്ക് സുന്നത്ത് കേൾക്കാൻ കൊതിയായിട്ട് വയ്യ, ഭയങ്കര ആഗ്രഹം സുന്നത്ത് കേൾക്കാൻ, ഇതാ 200 ദിർഹം പിടിച്ചോ സുന്നത്ത് എന്ന് പറഞ്ഞേരി. അപ്പൊ ഈ സ്വഹാബി എന്ത് ചെയ്തു? ആദ്യം 200 ദിർഹം വാങ്ങി കുപ്പായത്തിന് കീസയിൽ വെച്ചിട്ട് ഈ സ്വഹാബിയോട് പറഞ്ഞു അവിടെ ഇരിക്കും, അല്ല ഈ ജൂതനോട് പറഞ്ഞു അവിടെ ഇരിക്കും. അങ്ങനെ ജൂതൻ വളരെ ആകാംക്ഷയോടുകൂടെ ഭയങ്കര ഇൻട്രസ്റ്റിലാണ്. 200 ദിർഹം പോയാലും കുഴപ്പമില്ല, ഈ സുന്നത്ത് എന്താണെന്ന് അറിയണം. ഈ സുന്നത്ത് ഇയാള് വിചാരിച്ചത് ഈ സ്വഹാബി ഇപ്പൊ ഒരു ഗോണിയിലിട്ട് കൊമ്പന്ന് തറു 200 ദിർഹമുടെ സാമാനല്ലത്, അത് പിടിച്ചോ പോകാനുള്ള കണക്കിൽ വെച്ചിരയാള്. അപ്പൊ ഈ സ്വഹാബി ഈ ജൂതന്റെ അടുത്ത് ഇരുന്നിട്ട് പറഞ്ഞു, നിങ്ങൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നിങ്ങളെ ബെഡ്ഷീറ്റ് ഉണ്ടല്ലേ അതൊന്ന് കുടഞ്ഞിട്ട് കിടക്കണോ, അത് എന്റെ റസൂലുടെ ഒരു സുന്നത്തായിട്ട് ചെടില് തട്ടിയ മറ പോലെ കുന്ത പോലെ നിന്ന് പോയിയാള്. 200 ദിർഹം കൊടുത്തിട്ട് കിട്ടിയ പണി എന്താ? ബെഡ്ഷീറ്റ് കുടയിൽ ചൂടാവാണ്ടിക്കുവാ. അയാൾക്ക് ദേഷ്യം വന്നു. അയാൾ ഇടി തട്ടിയ മരം പോലെ ആയിപ്പോയി. അയാള് ദേഷ്യം പിടിച്ചിട്ട് നേരെ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോ ഭാര്യനെ കാണുമ്പോഴും ദേഷ്യം, കുട്ടികളെ കാണുമ്പോഴും ദേഷ്യം. ആരും ഒന്നും പറയാൻ പാടില്ല, ഇയാൾക്കൊന്നും തിന്നാനും വേണ്ട കുടിക്കാനും വേണ്ട, കാരണം 200 ദിർഹം കടം വാങ്ങി കൊടുത്തതാ. അങ്ങനെ ഇയാളാകെ ടെൻഷനിലിരിക്കുന്ന സമയത്ത് രാത്രി ഉറങ്ങാൻ ബെഡ്റൂമിലേക്ക് പോയി. ബെഡ്റൂമൊക്കെ പോയിട്ട് ബെഡ്ഷീറ്റ് കണ്ടപ്പോ ഒന്നും കൂടി ചൂടായി. ബെഡ്ഷീറ്റ് കണ്ടപ്പോ ഇത് കണ്ടപ്പോ പിന്നെ ഓർമ്മയായി, പഠിച്ചോണ്ട് 200 ദിർഹം പോയ സാധനമാണല്ലോ ഇത്. ഏതായാലും 200 ദിർഹം പോയതല്ലേ, ഒന്ന് കുടഞ്ഞിട്ട് കിടക്കാം എന്നുള്ള നിയത്തിൽ ഈ ജൂതനായ മനുഷ്യൻ ആ ബെഡ്ഷീറ്റ് എടുത്ത് കുടയേണ്ട താമസം അതിന്റെ ഉള്ളിൽ നിന്ന് വലിയൊരു പാമ്പ്, ഒരു ഉച്ചി തെറിച്ചു പോന്നിങ്ങനെ പോയിട്ടുണ്ട്. ഇയാള് സുബ്ഹാനല്ലാഹ് റൂമിന്റെ ബായിൽ ചിരിക്കിട്ട് നേരെ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയുടെ അവിടെ പോയിട്ട് ചെന്ന, അല്ലയോ സുഹൃത്തേ, നിന്റെ മുഹമ്മദ് സുന്നത്തിക്ക് ഇത്ര ബലം ഉണ്ട് എന്നൊക്കെ കൊന്നിട്ടില്ലാന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ ആള് സൂബിയാമത്തേക്കും പടി പോലാവാൻ. പാമ്പുണ്ടതില്ലേ, കുറഞ്ഞത് കൊണ്ട് കണ്ടല്ലേ. അപ്പൊ ആ സ്വഹാബി എന്ത് ചെയ്തു? 200 ദിർഹം തിരിച്ചു കൊടുത്തു. തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ 200 ദിർഹം വാങ്ങിയത് എനിക്ക് നിന്റെ പൈസ ഒന്നും വേണ്ട. ഈ 200 ദിർഹം പോയ സങ്കടത്തിലെങ്കിലും ആ ടെൻഷനിലെങ്കിലും ബെഡ്ഷീറ്റ് ഒന്ന് കുടയോലോ, അതിനു വേണ്ടി വാങ്ങിയത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന സമയത്ത് പോലും ഒരുപാട് സുന്നത്തുകൾ നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും. നമ്മളിപ്പോ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുകയാണ് നമ്മള്, എത്ര സുന്നത്തിട്ടും ഖിബലയിലേക്ക് തിരിഞ്ഞു നിന്ന് കുടിക്കുക, ഒന്ന് ഖിബലയിലേക്ക് തിരിഞ്ഞ് ഇരുന്ന് കുടിക്കുക, ഒന്ന് ഖിബലയിലേക്ക് തിരിക, ഒന്ന് രണ്ടായി കുടിക്കുന്നതിന് മുമ്പ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുക, മൂന്ന് വലത് കൈ കൊണ്ട് പിടിക്കുക, ഗ്ലാസ് 4 കുടിച്ചു കഴിയുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുക, 5 ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ 3 പ്രാവശ്യമായിട്ട് കുടിക്കുക, 6 3 പ്രാവശ്യം കുടിക്കുക സുന്നത്താണ്. സോഡ കുപ്പിയുടെ മുച്ചി എടുത്തിട്ട് പളവളാണ് പീത്രല്ലേ, 3 പ്രാവശ്യമായിട്ട് കുടിക്കൽ സുന്നത്താണ്. ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോ തന്നെ 6 സുന്നത്ത് കിട്ടിയില്ലേ. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുപാട് സുന്നത്തുകൾ നമുക്ക് കിട്ടും. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് സുന്നത്ത് കിട്ടും, 1 2 ഒന്നുമല്ല. അപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ നമ്മൾ സ്നേഹിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണോ ജീവിതം കാണിച്ചു തന്നത്, എങ്ങനെയാണോ ജീവിച്ചു കാണിച്ചു തന്നത്, അതുപോലെ നമ്മൾ പിൻപറ്റാൻ വേണ്ടി ശ്രമിക്കുക. നബിദിനത്തിന് റാലി പോകുന്ന സമയത്ത് നമ്മളെ എല്ലാവരും ഈമാൻ
കാണുന്നത് അപ്പോഴാണ്. കുറെ ആളുകൾ പച്ച റിബണെടുത്ത് തലയിൽ കെട്ടിയിട്ടുണ്ടാവും. അവര് കണക്കാക്കിയത് അതാണ് ഈ ഈമാൻ എന്ന. കുറെ ആൾക്കാർ ലോറിന്റെ മോള് കയറിയിട്ട് ബദറിൽ കേട്ടൊരു മുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ മനസ്സിലാക്കിയത് അതാണ് ഈമാൻ എന്ന. എന്നാ ഇതേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പള്ളിയിൽ മാസം മാസം സലാത്ത് നടക്കുന്നുണ്ട്. അവിടെ ഈ മനുഷ്യന്മാരും കാണൂല. നബിദിന റാലി പോകുമ്പോ ലോറിന്റെ മോള് കേറിയിട്ട് ഇവിടെ വലിയ പച്ച തട്ടം വലിച്ചു കെട്ടിയിട്ട് ബദറിൽ കേട്ടൊരു മുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് മാസം മാസം ചങ്ങ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പള്ളിയിൽ സലാത്ത് ആയിക്കൊണ്ടുണ്ട്. അവിടെ ഉസ്താദ് ഒരു 4 ആൾ ഇരുന്നിട്ട് അവിടെ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. ഇവിടുത്തെ കാര്യമല്ല കേട്ടോ, എനിക്ക് തിരിച്ചു പോകണം. ഞാൻ വേറെ ഏതോ നാട്ടിലത്തെ കാര്യം പറഞ്ഞു. അപ്പോ അങ്ങനെയാണ് നമ്മളൊക്കെ സുന്നത്ത്. അതിന് ഇനി നബിദിന റാലിയോ? ആരതാണ് റാലി? അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സംഘടിപ്പിക്കുന്ന മുഅ്മിനീങ്ങൾ സന്തോഷം കൊണ്ട് സംഘടിപ്പിക്കുന്ന നബിദിന ജാഥ പോയിട്ട് വഴിയിൽ നിന്ന് കുടിക്കാനുള്ള എന്തെങ്കിലും കുടിക്കാനുള്ള ഇതൊക്കെ ആക്കിയിട്ടുണ്ടാവുമല്ലോ. അത് കുടിക്കൽ എങ്ങനെ? നിന്നിട്ട് കുടിക്കുള്ളൂ. ശരിയല്ലേ? ഞാൻ ആരും കുറ്റപ്പെടുത്തല്ലോ, സ്വാഭാവികമായിട്ട് പറയാം. അള്ളാഹിന്റെ റസൂലിന്റെ ഉമ്മത്തുകളാണ്. റസൂലിന്റെ പേര് പിർസ വെച്ചിട്ട് പോകുന്ന റാലി. കുടിക്കാൻ കൊടുത്താൽ നിന്നിട്ടേ കുടിക്കുള്ളൂ, തിന്നാൻ കൊടുത്താൽ നിന്നിട്ടേ തിന്നുള്ളൂ. അപ്പൊ ഇരിക്കാൻ സമയം ഉണ്ടാവില്ല. അതിന് വ്യവസ്ഥ ആക്കാൻ ആർക്കും സമയം. അതിന് ന്യായീകരണം ഉണ്ടാവും. റാലി പോവല്ലേ, അപ്പൊ സമയം കുറെ നഷ്ടം വരൂല, കുട്ടികളുണ്ടാവും. ഞാൻ പറഞ്ഞത് ന്യായീകരണമല്ല, ന്യായീകരിക്കാൻ ആർക്കും പറ്റൂല. പണ്ടൊരാള് ഖബറിലൊക്കെ മയ്യത്ത് വെക്കുന്ന സമയത്ത് ഒരു വയസ്സായ ഒരു കാക്ക ഉണ്ടായിരുന്നല്ലോ. ഈ കാക്കന്റെ കൈക്ക് അത്ര ബലം പോരാ, പക്ഷെ ഇയാൾ എവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും മുന്നിലുണ്ടാവും. അങ്ങനെ ഉണ്ടല്ലോ കുറച്ച് ആൾക്കാർ, തടിക്ക് ആഫിയത്തില്ലെങ്കിലും മുന്നിക്ക് വന്നു. അപ്പൊ ഇയാള് ഖബറിലൊക്കെ ഫസ്റ്റ് ഇറങ്ങി നിന്നിട്ട് മയ്യത്ത് എന്റെ കൈ തന്നാളെ ഞാൻ വെച്ചോളാന്ന് പറഞ്ഞു. ഇയാളെ കൈ ഇങ്ങനെ വറക്കാണ്, ആഫിയത്തില്ലാത്ത ആളാ. അപ്പൊ ആൾക്കാർ പറഞ്ഞു, കാക്ക നിങ്ങളെ കൊണ്ട് പറ്റൂല, നിങ്ങൾ കയറിക്കാളി. ഞാൻ തന്നെ വെക്കുള്ളൂ, വേറെ ആരും തൊടാൻ പാടില്ല. ഈ മരിച്ച മനുഷ്യനാണെങ്കിൽ കുറച്ച് വെയിറ്റ് ഉള്ള ആളാണ്, ഇയാളാണെങ്കിൽ 60 കഴിഞ്ഞ കാക്ക. അങ്ങനെ ഇയാളെ കയ്യിൽ മയ്യത്ത് കൊടുത്തു. ഈ മരിച്ച ആളെ മക്കളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഈ മയ്യത്ത് കയ്യിൽ നിന്ന് വാങ്ങലോട് കൂടെ പടോ എന്ന് പറഞ്ഞിട്ട് താഴ്ത്തിട്ടുണ്ട്. ഇയാളെ കയ്യിൽ നിന്ന് മയ്യത്ത് തെറിച്ച് ഖബറിന്റെ ഉള്ളിലേക്ക് വീണപ്പോ ഈ മരിച്ച ആളെ മക്കളൊക്കെ പാടെ ഈ കാക്കാനെ തല്ലാൻ വേണ്ടി നിൽക്കുകയാണ്. അടിക്കാൻ നിൽക്കുമ്പോ ഈ കാക്ക മക്കളെ വിളിച്ചിട്ട് പറയാത്രേ, മക്കളെ നിങ്ങളെ വാപ്പുണ്ടല്ലോ ഹൂറുല്ലിങ്ങളെ കണ്ടതേ ഒരു താമസം, എന്റെ കയ്യിൽ നിന്ന് ചാടി ഇറങ്ങി ഓടിപ്പോയി. അയാൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ്. നിങ്ങളെ വാപ്പ ഹൂറുല്ലിങ്ങളെ കാണലോട് കൂടെ എന്റെ കയ്യിൽ നിന്ന് തുള്ളി ചാടി ഇറങ്ങി ഖബറിന്റെ ഉള്ളിൽ പോയി. ആ പറഞ്ഞതുപോലെ നിന്നിട്ട് എന്തേ കുടിക്കുന്നതെന്ന് ചോദിച്ചാൽ ന്യായീകരിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതൊന്നും ന്യായീകരണമല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ അതൊന്നും ഒരു കഷ്ടപ്പാടല്ല, അതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല, അതൊന്നും ഒരു കാരണമല്ല. അവന്റെ ജീവിതത്തിലുടനീളം എല്ലാ ഭാഗത്തും എല്ലാ നിലയിലും അവൻ റസൂലിനെ പിൻപറ്റുന്നവനായിരിക്കും. ഞാൻ ചുരുക്കി പറയുകയാണ്, മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി. ആരെങ്കിലും എന്റെ സുന്നത്തിനെ മുറുകെ പിടിച്ചാൽ ഫഖദ് അഹബ്ബനി, അവൻ എന്നെ സ്നേഹിച്ചതുപോലെയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചതുപോലെ റസൂലിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ കാന മഈ ഫിൽ ജന്ന, അവൻ എന്റെ കൂടെ സ്വർഗ്ഗത്തിലാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച ആളുകളുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച് കഴിഞ്ഞുപോയ കടന്നുപോയ വലിയ വലിയ ആശിഖീങ്ങളുണ്ട്, വലിയ വലിയ ആരിഫീങ്ങളുണ്ട്. ഞാൻ തുടക്കത്തിൽ ഒരു ബൈത്ത് പാടി. ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു കേരളത്തിലേക്ക് പൊന്നാനിയിലേക്ക് പോകുമ്പോൾ വെളിയങ്കോട് എന്നൊരു നാട് കാണാം. ആ നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു ആശിഖുർ റസൂലാണ്. കഅബ ശരീഫിന്റെ റൗള ശരീഫിന്റെ വാതിലിന്റെ അടുക്കൽ പോയി നിന്നിട്ട് വാതിൽ തുറന്നു തരാൻ പറഞ്ഞപ്പോ പാറാവുകാര് തുറന്നു കൊടുത്തില്ലത്രേ. അവിടെ നിന്ന് പാടിയ ബൈത്താണത്. وميتا في التراب رميما صلوا عليه وسلموا تسليما. ബൈത്ത് പാടേണ്ട താമസം റൗള ശരീഫിന്റെ വാതിൽ തന്നെത്താനങ്ങ് തുറന്നുപോയി. റസൂലിന്റെ റൗള ശരീഫിലേക്ക് സ്വാഗതം പറഞ്ഞു ഉമർ ഖാദിക്ക്. എന്തേ അവിടെ ചെയ്തത്? ആ ബൈത്ത് പാടിയ വ്യക്തി ആശിഖാണ്, അദ്ദേഹത്തിന്റെ ഖൽബ് നിറയെ ഇഷ്കാണ്. ഇതേ ബൈത്ത് ഉമർ ഖാദി പാടിയ അതേ ബൈത്ത് നമ്മളൊന്ന് പോയി പാടി നോക്കാം. വാതിൽ തുറന്നിട്ട് ചിലപ്പോൾ അടച്ചാളെ.
ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു പാടിയത് കൊണ്ട് അവിടെ രണ്ട് വിഷയങ്ങളാണ്. പാടിയ വ്യക്തി തികഞ്ഞ ആശിഖാണ്. ആ പാട്ട് വന്ന ഖൽബോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്കാൽ നിറഞ്ഞ ഖൽബാണ്. അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാതെ സ്നേഹിച്ച ആളായിരുന്നു ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു തആല. വലിയ കവിയാണ്. നിമിഷക്കവി എന്ന് പറയും. നിമിഷക്കവി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കണ്ട സ്പോട്ടിൽ പാട്ടാക്കുക. അതെല്ലാവർക്കും കഴിയൂല. നമുക്കൊരു പാട്ടൊക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച കൊടുക്കും, പാട്ടിന്റെ നിയമങ്ങളൊക്കെ അനുസരിച്ച് എഴുതാണെങ്കിൽ. അപ്പോൾ അപ്പൊ തന്നെ പാട്ടാക്കി പാടുക എന്ന് പറഞ്ഞാൽ അതൊരു കഴിവാണ്. ബഹുമാനപ്പെട്ട ഉമർ ഖാദി നടന്നു പോകുമ്പോൾ ഒരു വയസ്സായ ആള് അടക്ക തിന്നുന്നുണ്ടായിരുന്നു. അടക്ക എന്ന് പറഞ്ഞാൽ കൊട്ടടക്ക, ഉണങ്ങിയ അടക്ക. ഈ തിന്നുന്ന ആൾക്ക് പല്ലില്ല. ഇയാൾ കഷ്ടപ്പെട്ട് കടിക്കുന്ന കണ്ടപ്പോ ഉമർ ഖാദി പാടിത്രേ, لا تأكل بكترك لفقد السن في فمك وأولان اللفينك بلا ريب ولا شك. കാക്കങ്ങൾ കൊട്ടടക്ക തിന്നണ്ടാ. لفقد السن في فمك, വായിൽ പല്ലില്ല. നല്ല ഫൈങ്ങടക്ക, നിങ്ങൾക്ക് നല്ല മെത്തനുള്ള അടക്കമുണ്ട്, അതാണ് നിങ്ങൾക്ക് നല്ലത്, മയമുള്ള അടക്ക. അങ്ങനെ എല്ലാ വിഷയത്തിലും പാട്ടാക്കുന്ന ആളായിരുന്നു. പള്ളിയിലേക്ക് കയറി പോകുമ്പോ ഒരാട് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോ ഉമർ ഖാദി ആടിനെ നോക്കിയിട്ട് പറഞ്ഞു, യാഗനം യാഗനം ലാതനം ഹാഹുന ഇൻതനം ഹാഹുന ഫല്ലർബു വാജിബു. ഓ ആട് ആട് ഇവിടെ ഉറങ്ങരുത്, ഇവിടെ നീ ഉറങ്ങുകയാണെങ്കിൽ ഫല്ലർബു വാജിബു, അടി ഫർളാണ്. ആടിനോട് അതൊരു കഴിവാണ്. ഒരു പാട്ടുകാരനൊന്നും അർത്ഥത്തില്ല, അതൊരു കഴിവാണ്. കോഴിക്കോട് മുച്ചുന്തി പള്ളിയിൽ ബഹുമാനപ്പെട്ടവർ കുളിക്കാനിരിക്കുന്ന സമയത്ത് ഒരു ചരിത്രം പറഞ്ഞു കേട്ടിട്ട്, അദ്ദേഹം കുളിക്കാനിരിക്കുമ്പോൾ മമ്പറന്തങ്ങൾ നടന്നു വരികയാണ്. അപ്പോ ഈ ഔലിയാക്കന്മാരാകുമ്പോ അവർക്ക് ഭയങ്കര ഹ്യൂമർ സെൻസ്, അത് പഠിച്ചിട്ടൊന്നും കിട്ടുന്നല്ല, അള്ളാഹു നേരിട്ട് കൊടുക്കുന്ന. അപ്പൊ വരുന്ന മമ്പറന്തങ്ങൾ ഉമർ ഖാദിയോട് ചോദിച്ചു, ഉത്തരേ മുച്ചുന്തി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. മുച്ചുന്തി ലിച്ചന്തി വെച്ചന്തി നേരത്ത്. ഇവിടെ എന്താ ഈ സമയത്ത് ഇരുന്നതും ചുരുക്കം. മുച്ചുന്തിയിൽ ഇച്ചന്തി വെച്ചന്തി നേരത്ത് ചോദിച്ച് തീരേണ്ട താമസം, സ്പോട്ടിൽ ആൻസർ. തൊട്ടി ഒന്ന് താത്തണമോ ഒന്ന് ബീത്തണമോ ഒന്ന് തോത്തണം. കുളിക്കാനിരുന്നതാണ്, അതൊന്ന് വിശദീകരിച്ച് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു. തൊട്ടി ഒന്ന് താത്തണം, ഒന്ന് ബീത്തണം, ഒന്ന് തോത്തണം. അതൊരു കഴിവാണ്. അത് പഠിച്ചിട്ട് കിട്ടുന്നൊന്നുമില്ല, അതൊക്കെ അള്ളാഹുവിന്റെ ആരിഫീങ്ങൾക്ക് അള്ളാഹു കൊടുക്കുന്ന കഴിവാ. ആശിഖായ ഒരാള് ആരിഫാണ്. മനസ്സിലായോ? അള്ളാഹുന്റെ റസൂലിനെ പറ്റി ഇഷ്ക് വെച്ചോൻ ആരിഫായി. വിലായത്ത് വേറെ, മാരിഫത്ത് വേറെ. അള്ളാഹുവിന്റെ റസൂലിന്റെ മേലെ ഇഷ്ക് വെച്ച ഒരാൾ തികഞ്ഞ ആരിഫായിരിക്കും. അത് ശരിയായ ഇഷ്കായിരിക്കണം എന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതൊരു മുത്തുരത്നമാണ്. അത് പഠിച്ചാൽ തീരാത്ത ഒരു പുസ്തകമാണ്. റസൂലിന്റെ ജീവിതമാവട്ടെ, റസൂലിന്റെ ഓരോ ചലനങ്ങളാവട്ടെ, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാം 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 അവന്റെ ജീവിതത്തിൽ പകർത്തേണ്ടത് തന്നെയാണ്. പറഞ്ഞ ഓരോ വാക്കുകളും പുലർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലുള്ള ഓരോ ബുദ്ധിജീവികള് 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഓരോ വാക്കുകൾ നിന്നെടുത്ത് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽപ്പെട്ട ഒരു വിഷയമാണ് നേരത്തെ പറഞ്ഞതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു വിഷയം. ഞാനിങ്ങനെ നമ്മുടെ വിഷയത്തിന്റെ ഇടയിലൂടെ ഇങ്ങനെ പറയാം, സമസ്തയെ കുറിച്ചൊന്ന് അറിയാൻ വേണ്ടി. അള്ളാന്റെ റസൂലിന്റെ ഒരു ഹദീസിലുണ്ട്, അതാകും അഹ്ലുൽ യമൻ വഅറഖു അഫീദതൻ വാലിയൻ ഖുലൂബ അൽ ഇൽമു യമാനിയ്യുൻ വൽ ഹിക്മതു യമാനിയത്തുൻ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളിലേക്ക് യമനിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ വരും. അവരുടെ കയ്യിലാണ് ശരിയായ ദീനുള്ളത്, അവരുടെ കയ്യിലാണ് ഹിക്മത്തുള്ളത്, അവരുടെ കയ്യിലാണ് ശരിയായ വഴിയുള്ളത്, അവരുടെ കയ്യിലാണ് ഇൽമുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് യമനിൽ നിന്നുള്ള ഹളർമൗത്ത് എന്ന സ്ഥലത്തു നിന്ന് സയ്യിദ് ഹാമിദ് ബഅലവി തങ്ങൾ എന്ന് പറയുന്ന മഹാനുഭാവനായ ഒരു മനുഷ്യൻ കോഴിക്കോട് വന്ന് താമസം ആരംഭിച്ചു. എവിടുന്ന്? യമനിൽ നിന്ന് വന്ന് കോഴിക്കോട് താമസം ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ മക്കളുടെ പരമ്പരയിൽപ്പെട്ട മഹാനാണ്
സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങള് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആധികാരിക ആത്മീയ പരമോന്നത പണ്ഡിത സഭക്ക് തുടക്കം കുറിച്ച ആദ്യമായിട്ട് രൂപീകരണം നടത്തുമ്പോൾ നേതൃത്വം നൽകിക്കൊണ്ട് സമസ്തക്ക് അംഗീകാരം നൽകിയ മഹാനുഭാവൻ വരക്കൽ മുല്ലക്കോയ തങ്ങൾ യമനിൽ നിന്നുള്ള പരമ്പരയിലുള്ളവരാണ്. അതാണ് സമസ്തയുടെ സ്ഥാനം, അതാണ് സമസ്തയുടെ ബർക്കത്ത്. മറ്റുള്ള സംഘടന ഒന്നും കുറ്റം പറയല്ല, സമസ്തന്റെ ഒരു പ്ലസ് പോയിന്റ് ഞാൻ പറഞ്ഞു. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ ഹദീസിൽ പറഞ്ഞതുപോലെ യമനിൽ നിന്ന് വന്ന കുടുംബത്തിൽ നിന്ന് പൊട്ടിമുളച്ച ഇൽമിന്റെ കതിരുകളാണ് വലിയ വലിയ മരങ്ങളായി, വലിയ വലിയ വൃക്ഷങ്ങളായി പടർന്ന് പന്തലിച്ച് കേരളത്തിലും കർണാടകയിലും ഇന്ത്യയിലുടനീളം ഇന്ന് അങ്ങുമിങ്ങും ദീനീ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതിലുള്ള ആലിമീങ്ങളും അങ്ങനെയാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽ ഉലമാ വറസത്തുൽ അംബിയാ. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, അമ്പിയാക്കന്മാരുടെ അനന്തര അവകാശികളാണ് ആലിമീങ്ങൾ. ഏതാലിമീങ്ങള്? ശരിയായ ആലിമീങ്ങള്. ശംസുൽ ഉലമയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒരുപാട് ആലിമീങ്ങളെ നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ശൈഖുനാ മിത്തബൈൽ ഉസ്താദ്, അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ, അവിടുത്തെ ജീവിതം നമ്മൾ കണ്ടു പഠിച്ചവരാണ്. അതാണ് ശരിയായ ആലിമീങ്ങൾ. ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ആളായിരുന്നു ഇത്ര കണ്ണിയത്ത് ഉസ്താദ്. ഒരു ഹറാമല്ല കേട്ടോ, കറാഹത്ത് പോലും. നമുക്ക് ഹറാമോ നോട്ടിട്ട് എത്തണില്ല, ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ല. മീൻ വാങ്ങുന്ന അങ്ങാടിയിലേക്ക് മീൻ വാങ്ങാൻ പോയപ്പോ 10 റുപ്യക്ക് 10 മത്തി കൊടുക്കുന്ന കാലാണ്. 10 റുപ്യ കൊടുത്ത 10 മത്തി കൊടുക്കും. അന്ന് ഉസ്താദിനോടുള്ള പിരിസപ്പാട് കൊണ്ട് ഒരാൾ എന്ത് ചെയ്തു, 10 റുപ്യക്ക് 11 മത്തി കൊടുത്തു. ഒരു മത്തി കൂടുതൽ കൊടുത്തു മീന്. ഉസ്താദ് ഈ കവറും പിടിച്ച് വീട്ടിലേക്ക് വന്ന് കവർ തുറന്നു നോക്കുമ്പോ അതിൽ ഒരു മീൻ കൂടുതലാണ്. ഈ കൂടുതലുള്ള മീന് കയ്യിൽ പിടിച്ചോ അങ്ങാടിയിലേക്ക് തിരിച്ചുപോയി മീൻ വെക്കുന്ന ആ യുവാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നിനക്ക് കണക്ക് തെറ്റിയിട്ടുണ്ട്, ഇതിൽ ഒരു മീൻ കൂടുതലാണ്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ കണക്ക് തെറ്റിയതല്ല ഉസ്താദേ, അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൂടുതൽ വെച്ചതാണെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് തിരിച്ചാ കുട്ടിയോട്, ചെറുപ്പക്കാരനോട് പറഞ്ഞു അത്രേ, മോനെ നീ അത് വെച്ചത് എനിക്കാണെങ്കിൽ നീ എന്നോട് പറയണം. നിങ്ങൾക്ക് വേണ്ടി ഒരു മീൻ ഞാൻ വെച്ചിട്ടുണ്ടെന്നോ നീ എന്നോട് പറയണം, അപ്പോഴാണോ എനിക്കത് ഹലാലാവുന്നത്. നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ, അത് ഓന്റെ തെറ്റാണ്. അത് ഒന്നല്ല 10 മീൻ കൂടുതലുണ്ടെങ്കിലും അത് തെറ്റോ ഓന്റെതാണ്, നമ്മളത് ഹലാലാക്കും. നമ്മളത് ഹലാലാക്കും. അത് തഖ്വയുള്ള ആളുകൾ സൂക്ഷ്മതയാണ്, അവരെ സൂക്ഷ്മതയാണ്. ജീവിതത്തിൽ സൂക്ഷിക്കുക. 15 വയസ്സായ മോനെ വിളിച്ചിട്ട് കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചുത്രേ, കുട്ടിക്ക് 15 വയസ്സ് തികയുമ്പോ മോനെ വിളിച്ചിട്ട്, മോനെ നിനക്ക് ഞാൻ കല്യാണം കഴിപ്പിച്ച് തരട്ടെ. 15 വയസ്സെന്ന് പറഞ്ഞാല് ഫസ്റ്റ് PUC സെക്കൻഡ് PUC ഒക്കെ പഠിക്കുന്ന വയസ്സല്ലേ. ആ വയസ്സുള്ള കുട്ടിനെ വിളിച്ചിട്ട് ചോദിക്കാം, മോനെ നിനക്ക് കല്യാണം കഴിപ്പിച്ച് തരട്ടെ. കുട്ടി പറഞ്ഞു വേണ്ട. എന്നാൽ വേണ്ടാന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ അടുത്ത മറുപടി, എന്നാൽ ഇനി മുതൽ നീ ചെയ്യുന്ന ഒരു തെറ്റിനും ബാപ്പ ഉത്തരവാദിയല്ല. സൂക്ഷ്മതയാണ്. ഇനി വീട്ടിൽ പോയിട്ട് 15 വയസ്സുള്ള മക്കളെ വിളിച്ചിട്ട് കല്യാണം കഴിപ്പിക്കട്ടെന്ന് ചോദിച്ചിരണ്ട. നാളെ മറ്റന്നാളെ മൊത്തം കല്യാണം ആയിരിക്കും ഇവിടെ. ഇപ്പത്തെ കുട്ടികളൊന്നും ചോദിക്കാൻ പോകണ്ട. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ശരിയ അങ്ങനെയാണ്. അത് കാണിച്ചു തന്ന ആലിമീങ്ങളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നമ്മിൽ നിന്ന് കടന്നുപോയ ആലിമീങ്ങള്. ചുരുക്കി പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും ജീവിച്ച ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് എങ്ങനെയാണ് ഇടപഴകിയത്, എങ്ങനെയാണ് അവർ മുഹബ്ബത്ത് കാണിച്ചത്, എങ്ങനെയാണ് റസൂലുമായിട്ട് അവർ ജീവിച്ചു കഴിഞ്ഞു പോയതെന്ന് നമ്മൾ പരിശോധിക്കുമ്പോ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് സുന്നത്തിനെ സ്നേഹിക്കലെന്നോ, എങ്ങനെയാണ് റസൂലിനെ സ്നേഹിക്കലെന്നോ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളോട് എന്താണോ കൽപ്പിച്ചത് അത് അപ്പടി പ്രവർത്തിക്കുന്നവരായിരുന്നു. അതിന് മുന്നും പിന്നും ഇടതും വലതും നോക്കാതെ ആലോചിക്കാതെ പ്രവർത്തിക്കുന്നതായിരുന്നു. അതാണ് യഖീൻ, അതാണ് മുഹബ്ബത്ത്. റസൂലിന്റെ മേൽ എനിക്ക് സ്നേഹമുണ്ടെന്ന് പറയാൻ ആരെ കൊണ്ടും പറ്റും, എന്നെ കൊണ്ടും പറ്റും, നിങ്ങളെ കൊണ്ടും പറ്റും. പറയൽ മാത്രമല്ല അത് ജീവിതത്തിൽ പകർത്തലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരാൾക്ക് മറ്റൊരാൾ
ഒരാളുടെ മേൽ സ്നേഹമുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ മാറ്റം വരും. എന്റെ ആശിഖ് ആരാണോ, ആശിഖിനും ആശൂഖിന്റെ മേൽ സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ ചെയ്യൂല. പേരുകൊണ്ട് ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്യാം, എന്നാ ഇസ്ലാമിനെതിരായതൊക്കെ ചെയ്യുകയും ചെയ്യാം. അതിന് ഇഷ്ക് എന്ന് പറയില്ല. അത് ഇഷ്കല്ല, അത് വെറും കാപട്യമാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായത്തിന് മൂസാ നബി യുദ്ധത്തിന് വിളിച്ചു. യുദ്ധത്തിന് വിളിച്ചപ്പോ അവർ എന്താ മൂസാ നബിയോട് പറഞ്ഞത്? ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖായിദൂൻ. മൂസാ നബിയെ നിങ്ങൾ പോയി യുദ്ധം ചെയ്തോ, ഞങ്ങളെ യുദ്ധത്തിനൊന്നും വിളിക്കണ്ട. നിസ്കരിക്കണമെങ്കിൽ ഞങ്ങൾ നിസ്കരിച്ചോളാം, നോമ്പ് പിടിക്കണമെങ്കിൽ നോമ്പ് പിടിച്ചോളാം, സക്കാത്ത് കൊടുത്തോളാം. യുദ്ധത്തിനൊന്നും വിളിക്കരുത്, തല പോണ പരിപാടിക്ക് വിളിക്കരുത്, ഞങ്ങളില്ല മൂസാ നബിയുടെ ആള്. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് കഴിക്കാൻ ഭക്ഷണമില്ലാതെ, ധരിക്കാൻ വസ്ത്രമില്ലാത്ത സമയത്ത് പോലും അല്ലാഹുവിന്റെ റസൂല് എന്താണോ കൽപ്പിച്ചത് അത് അക്ഷരം പ്രതി സ്വീകരിച്ച് ജീവിച്ച് കാണിച്ചവരാണ് സ്വഹാബത്തെ കിറാം. അവരാണ് നമ്മുടെ മാതൃക. അവരുടെ ജീവിതമാണ് നമ്മുടെ മാതൃക. അവരുടെ ജീവിതമാണ് നമ്മുടെ ശരിയായ നമ്മുടെ ഇഖ്ലാസും ഈമാനും അളക്കാനുള്ള മാനദണ്ഡം. ഒരാളുടെ മേൽ ഇഷ്ടം വെച്ച് അങ്ങനെയാണല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബിതങ്ങൾക്ക് പനി വന്നപ്പോൾ നബിതങ്ങളെ കാണാൻ പോയിട്ട് നബിതങ്ങൾ പനി വന്ന് കിടക്കുന്നത് കാണേണ്ട താമസം ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങൾക്കും പനി തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ പനി വന്ന് കിടന്നത് കണ്ട താമസം ആ സമയത്ത് തന്നെ അബൂബക്കർ തങ്ങളുടെ ശരീരത്തിനും അസ്വസ്ഥത അനുഭവപ്പെട്ടു. വീട്ടിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിനും പനിയായി, അദ്ദേഹം കിടത്തത്തിലായി. അല്ലാഹുവിന്റെ റസൂലിന്റെ പനിയൊക്കെ സുഖമായി ശിഫായി കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കർ തങ്ങളെ കാണാൻ പോയത്രേ. കാണാൻ പോയിട്ട് പനിച്ച് കിടക്കുന്ന അബൂബക്കർ തങ്ങളെ മുന്നിലേക്ക് അല്ലാഹുവിന്റെ റസൂല് പോയി നിന്നപ്പോ ആഫിയത്തോടുകൂടെയുള്ള റസൂലിനെ കാണേണ്ട താമസം അബൂബക്കർ തങ്ങളെ പനി ശിഫായി പോയി. മരുന്നില്ല. മരുന്നെന്താ? ആശിഖും മഅശൂഖും ഉള്ള ബന്ധമാണ് മരുന്ന്. എന്റെ ഹബീബ് പനി വന്ന് കിടന്നു എന്ന് കണ്ടപ്പോ പനി വന്നു, അതാണ് രോഗം. എന്താ? എന്റെ ഹബീബിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അതാണ് എന്റെ രോഗം. എന്റെ ഹബീബ് ആഫിയത്തിലാണ്, അതാണ് എന്റെ മരുന്ന്. ആ ആഫിയത്തോടുകൂടെ കാണലോടുകൂടെ പനിയും സുഖമായി. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട സ്വഹാബത്തെ കിറാം അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചത്. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എവിടെ കൈവച്ചു, എവിടെ നോട്ടം പതിഞ്ഞുവോ അവിടെയൊക്കെ ബർക്കത്തുണ്ടെന്നും അതിനൊക്കെ ശ്രേഷ്ഠതയുണ്ടെന്നും ഫളീലത്തുണ്ടെന്നും വിശ്വസിക്കുന്ന ആളുകളാണ് അവരൊക്കെ. ബഹുമാനപ്പെട്ട തങ്ങൾ അവളുകൾ വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ എത്തിയിട്ടുണ്ട്. ഞാൻ ഇനി സുദീർഘമായൊന്നും നീട്ടിപ്പരുത്തി പറയുന്നില്ല. അള്ളാഹു ആഫിയത്തിൽ ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഇരിക്കും. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേലെ സ്വഹാബത്ത് പുരുഷം വെച്ചതും സ്നേഹിച്ചതും അങ്ങനെയാണ്. ഞാൻ ചെറിയൊരു ചരിത്രം 1-2 വിഷയങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കളിൽപ്പെട്ട ഒരു മനുഷ്യനാണ് റബീഅത്ത് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു. ഒരു സമയത്ത് ബഹുമാനപ്പെട്ട റബീഅ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന് ഖിദ്മത്ത് എടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടെ, ആഗ്രഹത്തോടുകൂടെ അല്ലാഹുവിന്റെ റസൂൽ തഹജ്ജുദിന് എണീക്കുന്ന സമയത്തിന് കണക്കാക്കി ഒരു പാത്രത്തിൽ വെള്ളവുമായി കാത്തു നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് എണീറ്റ് വരുമ്പോ കണ്ട റബീഅ റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, യാ റബീഅ, ഓ റബീഅ, നിങ്ങൾ രാത്രി ഉറങ്ങിയിട്ടില്ലേ? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇല്ല നബിയെ, ഞാൻ ഉറങ്ങിയിട്ടില്ല. നിങ്ങൾക്ക് വുളു
ചെയ്യാനുള്ള വെള്ളവുമായിട്ട് ഞാൻ കാത്തു നിൽക്കുകയാണ്. ആരോടും ഇല്ലാതെ തനിച്ച് നിങ്ങളെ കിട്ടുമ്പോൾ നിങ്ങൾക്കൊരു ഖിദ്മത്ത് എടുക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഞാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പോ ആ സന്തോഷത്തോടുകൂടെ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, യാ റബിയ, നിങ്ങൾക്ക് എന്താണ് ആവശ്യം, എന്താണ് നിങ്ങളുടെ ആഗ്രഹം, എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ. ബഹുമാനപ്പെട്ട റബിയ റളിയല്ലാഹു തആല അൻഹു കിട്ടിയ സമയത്ത് തന്നെ അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു ആഗ്രഹം പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. സ്വർഗത്തിൽ പോണെന്നല്ല പറഞ്ഞത്, സ്വർഗം വേണമെന്നല്ല പറഞ്ഞത്, സ്വർഗത്തിൽ നിങ്ങളുടെ കൂട്ടുകാരനാവാൻ ഞാൻ ചോദിക്കുന്നു നബിയേ. അതൊരു വലിയ ചോദ്യമാണ്. സ്വർഗമാണെന്നല്ല പറഞ്ഞത്, സ്വർഗത്തിൽ നിങ്ങളുടെ കൂട്ടുകാരനാവാൻ ഞാൻ ചോദിക്കുന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അവലക ഖൈറൻ യാ റബിയ, വേറെ വല്ലതും ചോദിക്ക റബിയ, കുറച്ചും കൂടി താഴ്ന്നത് എന്തെങ്കിലും ചോദിക്ക റബിയ. ബഹുമാനപ്പെട്ട സ്വഹാബി വര്യൻ പറഞ്ഞു, ഇല്ല നബിയേ, അതിനേക്കാൾ കുറഞ്ഞ ഒന്നും എനിക്ക് വേണ്ട റസൂലേ. എനിക്ക് നിങ്ങൾ തരുന്നെങ്കിൽ സ്വർഗത്തിൽ നിങ്ങളെ കൂട്ടുകാരനാവാനുള്ള ഭാഗ്യം എനിക്ക് വേണം. ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയാൽ വേറെ ഒന്നും വേണ്ട നബിയേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഫഅയ്നി ബികസറത്തി സുജൂദ്, ഇൻഷാ അല്ലാഹ് ഞാൻ അതിനു വേണ്ടി സഹായിക്കാം. പക്ഷേ റബിയ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ തങ്ങൾ പറയുന്നു, റബിയ നിങ്ങൾ സുജൂദ് അധികരിപ്പിച്ചുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കണേ. നിങ്ങൾക്ക് ആ സ്ഥാനം തരാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം, നിങ്ങൾ സുജൂദ് അധികരിപ്പിച്ചിട്ട് എന്നെ സഹായിക്കണം. അത് നിസ്കാരത്തിന്റെ ബാബൊക്കെ പറയുമ്പോ വിശദീകരിക്കേണ്ട ഒരു വിഷയമാണ് അല്ലേ? വഫാത്താകാൻ കിടക്കുന്ന സമയത്ത് പോലും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് യാ ഉമ്മത്തി അസ്സലാ അസ്സലാ. ഇന്ന് പള്ളികളൊക്കെ റോഡ് സൈഡിലും ഗ്രാമാന്തരം മുഴുവനും പള്ളികളാണ്. നിസ്കരിക്കാൻ ആളുണ്ടാവില്ല, ജമാഅത്തിന് ആളുണ്ടാവില്ല. ഇനി വന്നാൽ തന്നെയോ പള്ളിയോടുള്ള മര്യാദ എന്താണെന്ന് അറിയില്ല. ജുമാക്കൊക്കെ കുറെ ആളുകൾ വന്നിട്ട് VIP കളൊക്കെ ഉണ്ടാവും. ഒരു പെട്ടെന്നൊന്നും പള്ളിയിൽ കയറൂല. ഖുത്ബയൊക്കെ കഴിഞ്ഞിട്ട് നിസ്കാരം തുടങ്ങുമ്പോഴേ കയറുള്ളൂ. അത്ര വരെ പുറത്തുണ്ടാവും. ആ സമയത്ത് വരാനുള്ള ആളുകളാണ്. അവർക്ക് വലിയ വലിയ VIP കളാണ്. അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോഴത്തെ നിസ്കാരത്തിന്റെ അവസ്ഥ. അവരൊക്കെ അള്ളാന്റെ റസൂലിന്റെ സ്വഹാബാക്കൾ എന്ന് പറഞ്ഞാൽ തെറ്റുകുറ്റങ്ങൾ ചെയ്യാതെ ജീവിച്ച ആളുകളോട് വരെ അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്താണ്? സുജൂദ് ഒന്ന് അധികരിപ്പിച്ച് എന്നെ സഹായിക്കണം. സുബ്ഹി നിസ്കാരത്തിന് തഹജ്ജുദിന്റെ കാര്യം പോട്ടെ, സുബ്ഹി നിസ്കാരത്തിന് ജമാഅത്തിന് എത്ര ആളുകൾ ഉണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ? ഉണ്ടെങ്കിൽ നിലനിർത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇല്ലാത്തവരാണെങ്കിൽ അത് ശീലമാക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള നിസ്കാരം. കാരണം ഇബ്ലീസ് പിടിച്ച് കടത്തി ഉറക്കുന്ന സമയമാണത്. ഇബ്ലീസ് ആ സമയത്ത് കടത്തി, ആ സമയത്ത് ഉറങ്ങാൻ നല്ല സുഖമല്ലേ? ഉണ്ടേ, നല്ല സുഖമുണ്ട് ആ സമയത്ത് ഉറങ്ങാൻ. ഇബ്ലീസ് ആ സമയത്ത് ഉറക്കും, ഉണരാൻ സമ്മതിക്കൂല. ഇബ്ലീസ് ഉണർത്തിയത് ലോകത്ത് ഒരേ ഒരാളെ മാത്രമേ ഉള്ളൂ. സുബ്ഹി നിസ്കരിക്കാൻ വിളിച്ചുണർത്തിയ ഒരാളുള്ളൂ. അറിയോ? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം ഉറങ്ങിപ്പോയി. ഇബ്ലീസ് പോയി വിളിച്ചിട്ട് പറഞ്ഞു, യാ ഉമർ ജമാഅത്തിന് പോണില്ലേന്ന് വെച്ചു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു കണ്ണു തുറന്നിട്ട് ചോദിച്ചു, ഇത്തരം മന്നന്ത അന ഇബ്ലീസ്, നീ എപ്പോഴാണ് ചങ്ങായി നന്നായത്? സാധാരണ കിടത്തി ഉറക്കുന്ന ആള് വിളിച്ചിട്ട് ജമാഅത്തിന് പോണില്ലേന്ന് ചോദിച്ചപ്പോ ഉമർ തങ്ങൾ ചോദിച്ചു, നീ എപ്പോ നന്നായത്? അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, ഞാൻ നല്ലതായിട്ടൊന്നും അല്ല, ഇതിനു മുമ്പൊരു ദിവസം നിങ്ങളുടെ നിസ്കാരം ഞാൻ ഖളാക്കി, ജമാഅത്ത് നഷ്ടപ്പെടുത്തി, ഓർമ്മ ഉണ്ടോന്ന് വെച്ചു. ഉമർ തന്നെ പറഞ്ഞു, ആ ഓർമ്മ ഉണ്ട്. അന്ന് നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിട്ട് നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോ ഉമർ തന്നെ പറഞ്ഞു, ഞാൻ ആ ടെൻഷനിൽ 1000 റക്അത്ത് നിസ്കരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, അങ്ങനെ 1000 ഒന്നും നിസ്കരിക്കണ്ട, അപ്പൊ നിങ്ങൾ 2 നിസ്കരിച്ചിട്ട് വരി. മനസ്സിലായോ എന്തിനാ വിളിച്ചത്? അപ്പൊ സുജൂദ് ചെയ്യാന്ന് പറഞ്ഞ ഇബ്ലീസിന് വലിയ ടെൻഷനുള്ള കാര്യമാണ്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ മുഹബ്ബത്ത് വെച്ച്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന്റെ മേൽ മുഹബ്ബത്ത് വെച്ച് ജീവിച്ചു മരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സമയം പരിമിതമാണ്. ചെറിയൊരു ചരിത്രം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, ഷാമിൽ ജീവിച്ചിരുന്ന ഒരു ജൂതനായ മനുഷ്യനുണ്ടായിരുന്നു അത്രേ. ജൂതന്മാരെന്ന് പറയുമ്പോൾ
പറയുമ്പോൾ മുസ്ലിമീങ്ങളോട് അങ്ങേയറ്റത്തെ ശത്രുതയുള്ള ആളുകളാണ് പണ്ട് കാലഘട്ടങ്ങളിൽ. ആ ജൂതനായ മനുഷ്യൻ ഇരുന്നുകൊണ്ട് അങ്ങനെ അവരുടെ ഗ്രന്ഥം വായിക്കുകയാണ്, തൗറാത്ത് വായിക്കുകയാണ്. ആ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തതാ അതിന്റെ ഒരു പേജിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്തായ നാമം മുഹമ്മദ് എന്ന് കണ്ടു. രണ്ടാമത്തെ പേജ് വായിക്കുമ്പോൾ രണ്ടാമത്തെ പേജിലും കണ്ടു, മൂന്നാമത്തെ പേജിലും കണ്ടു, നാലാമത്തെ പേജിലും കണ്ടു. 4 പേജിൽ തുടർച്ചയായി അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് കണ്ടപ്പോ ദേഷ്യം വന്നിട്ട് ആ 4 പേജും പറിച്ച് കത്തിച്ചു കളഞ്ഞു, തീയിലിട്ട് കളഞ്ഞു. പിറ്റേന്നും അദ്ദേഹം ഗ്രന്ഥം വായിക്കാനിരുന്നു. അന്ന് അദ്ദേഹത്തിന് 8 പേജുകളിൽ കണ്ടു, 8 പേജും പറിച്ച് കത്തിച്ചു കളഞ്ഞു. മൂന്നാമത്തെ ദിവസം ഗ്രന്ഥം വായിക്കാനിരുന്നപ്പോ 16 പേജുകളിൽ കണ്ടു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര്. അപ്പൊ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ആ മുഹമ്മദ് നബിയുടെ പേര് കണ്ടിട്ട് ഞാൻ കിതാബ് കത്തിക്കാനിരുന്നാൽ ഇത് മുഴുവനും ഞാൻ കത്തിക്കേണ്ടി വരും. അതുകൊണ്ട് ഇനി അദ്ദേഹത്തെ കുറിച്ച് എനിക്കൊന്നറിയണം, എനിക്കൊന്ന് പഠിക്കണം. അവിടെ നിന്ന് പുറത്തേക്ക് വന്ന് കാണുന്ന ആളുകളോടൊക്കെ ആരാണ് ഈ മുഹമ്മദ് എന്ന് ചോദിച്ചപ്പോ എല്ലാവരും ഒറ്റവാക്കേ പറയുന്നുള്ളൂ, ഈ മുഹമ്മദിന്റെ മുന്നിൽ പോയി പെടണ്ട, മുഹമ്മദ് ആള് ശരിയല്ല, അവൻ നിന്റെ മതം മാറ്റിക്കളയും, അതുകൊണ്ട് നീ മുഹമ്മദിന്റെ മുന്നിലേക്ക് പോകരുതെന്ന് പറഞ്ഞ് എല്ലാവരും വിലക്കാൻ തുടങ്ങി. അങ്ങനെ ആ ജൂതനായ മനുഷ്യൻ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്വേഷിച്ച് മദീനയിലേക്ക് എത്തിപ്പെടുകയാണ്. ആ സമയത്താണ് ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയായിരിക്കുന്ന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിനെ കാണുന്നത്. ബഹുമാനപ്പെട്ട സൽമാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടപ്പോ ഈ ജൂതനായ മനുഷ്യന് സൽമാൻ റളിയല്ലാഹു തആല അൻഹു വളരെ സുന്ദരനാണ്, കാണാൻ നല്ല ചന്തമുള്ള ആളാണ്, വെളുത്തു തുടുത്ത് റൗണ്ടായിട്ടുള്ള മുഖമുള്ള വളരെ ഭംഗിയുള്ള സുന്ദരനായ സൽമാനെ കണ്ടപ്പോ ഈ ജൂതനായ മനുഷ്യൻ അദ്ദേഹത്തെ കണ്ടപ്പോ മനസ്സിൽ വിചാരിച്ചു, ഇതായിരിക്കും മുഹമ്മദ്. സൽമാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു അത്ര, അസ്സലാമു അലൈക യാ മുഹമ്മദ്. പറയേണ്ട താമസം ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖം അങ്ങ് ചുവന്നു തുടുത്തുപോയി, കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാൻ തുടങ്ങി. എന്താ കാരണമെന്നറിയോ? ഈ മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലിനെ അന്വേഷിച്ചു പോയിട്ട് സൽമാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് എത്തുമ്പോ സത്യത്തിൽ അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായിട്ട് അന്നേക്ക് 3ാമത്തെ ദിവസമാണ്. ആ സമയത്താണ് സൽമാൻ തങ്ങളെ മുഖത്ത് നോക്കിയിട്ട് അസ്സലാമു അലൈക്കും യാ മുഹമ്മദ് എന്ന് പറഞ്ഞപ്പോ സൽമാൻ റളിയല്ലാഹു തആല അൻഹു വിങ്ങിപ്പൊട്ടിക്കൊണ്ട് മനസ്സിൽ വിചാരിച്ചു, യാ അല്ലാഹ്, ഈ മനുഷ്യനോട് എങ്ങനെയാണ് ഞാൻ റസൂലുള്ളാഹി വഫാത്തായി എന്ന് പറയുക, എങ്ങനെയാണ് റസൂലുള്ളാഹി വഫാത്തായിട്ടില്ല എന്ന് പറയുക? രണ്ടും പറയാൻ നിർവാഹമില്ലാത്ത സമയത്ത് ആ സൽമാൻ റളിയല്ലാഹു തആല അൻഹു ഈ ജൂതനായ മനുഷ്യന്റെ കൈ പിടിച്ചുകൊണ്ട് മദീന പള്ളിയിലേക്ക് നടക്കുകയാണ്. മദീന പള്ളിയിലെത്തേണ്ട താമസം സുബ്ഹാനല്ലാഹ്, പള്ളിയുടെ അകത്തളങ്ങളിൽ ആയിരക്കണക്കിന് സ്വഹാബത്ത് ശോകമോഹമായ അന്തരീക്ഷത്തിൽ ഇരിക്കുകയാണ്. ആരും പരസ്പരം ഒന്നും മിണ്ടുന്നില്ല, ആരും സംസാരിക്കുന്നില്ല, അവരുടെ മുഖത്ത് സന്തോഷമില്ല, ചിരികളിയില്ല. വളരെ സങ്കടത്തിൽ ഇരിക്കുന്ന സ്വഹാബത്തിന്റെ ഇടയിലേക്ക് ആ ജൂതനായ മനുഷ്യൻ കടന്നു ചെന്നിട്ട് ഈ സ്വഹാബാക്കളെ കൂട്ടത്തിൽ നോക്കിയിട്ട് അദ്ദേഹം മനസ്സിലാക്കി, ഈ കൂട്ടത്തിൽ ചിലപ്പോ ഉണ്ടാവും മുഹമ്മദ്. അവിടെ നിന്ന് അദ്ദേഹം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അസ്സലാമു അലൈക യാ മുഹമ്മദ്. ആ സലാം അങ്ങ് കേൾക്കേണ്ട താമസം സ്വഹാബാക്കൾ ഒന്നടങ്കം പൊട്ടിക്കരയുകയാണ്. മദീന പള്ളിയുടെ അകത്തളത്തിൽ കരച്ചിലാണ്, കൂട്ടക്കരച്ചില്. ആ അവസ്ഥ കണ്ട് അമ്പരന്ന് പോയ ജൂതനായ മനുഷ്യന് ചോദിക്കുന്നു, എന്ത് പറ്റി സമൂഹമേ,
ഞാൻ നിങ്ങളുടെ നബിയെ കാണാൻ വന്നതാണ്. അവര് പറഞ്ഞു, ആ ജൂതൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ നബിയെ കുറിച്ചൊന്ന് അറിയണം. അവർ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഞങ്ങളെ റസൂൽ എന്ന് പറഞ്ഞാൽ അത് വളരെ വിശാലമായി പറയേണ്ട ഒരു വ്യക്തിത്വമാണ്. അതൊരു തുറന്ന ജീവിത പുസ്തകമാണ്. സൗന്ദര്യത്തിന്റെ ഉടമയാണ്. അദ്ദേഹത്തിന്റെ നെറ്റിത്തടങ്ങൾ വെളുത്തു തുടുത്തു വീതിയുള്ള നെറ്റിത്തടമാണ്. കറുത്ത കരിമിഴി കണ്ണുകളാണ്. കണ്ണിന്റെ ഉൾത്തടം വെളുത്തതാണ്. ചുണ്ടുകൾ ചുവന്നതാണ്. വെളുപ്പിനോട് ചുവപ്പ് കലർന്ന നിറമാണ്. അവിടുന്ന് പുഞ്ചിരിക്കുന്ന സമയത്ത് വായിൽ നിന്ന് പ്രകാശം വമിക്കുന്നുണ്ടോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോകുന്ന രൂപത്തിൽ വെളുവെളുത്ത പല്ലുകളാണ്. അങ്ങനത്തെ നേതാവ് ഇന്നില്ല. നിങ്ങൾ അന്വേഷിച്ചു വന്ന പ്രവാചകനതാ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നെന്ന് പറഞ്ഞു. ഖബറ് കാണിച്ചു കൊടുത്തപ്പോ ആ ജൂതനായ മനുഷ്യൻ പറഞ്ഞു, ആ പ്രവാചകന്റെ ഏതെങ്കിലും ഒരു വസ്ത്രമൊന്ന് എനിക്ക് തരുമോ? സ്വഹാബാക്കളായ ആളുകളിൽ നിന്ന് അലി റളിയല്ലാഹു തആല അൻഹു, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. ഫാത്തിമ ഹബീബിയുടെ വീട്ടിൽ പോയിട്ട് ഫാത്തിമയോട് പറയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഖമീസ് തരാൻ പറയൂ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഒരു ഖമീസ് എടുത്തു കൊടുത്തു. ആ ഖമീസ് കൊണ്ടുവന്ന് ഈ ജൂതന്റെ കയ്യിൽ കൊടുക്കുമ്പോ, ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ലോകത്തിന്റെ പ്രവാചകന്, ലോകത്തിന്റെ നേതാവിന്റെ ഖമീസിന്റെ 7 സ്ഥലങ്ങളിൽ കഷ്ണം വെച്ച് തുന്നി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഇന്നിട്ട വസ്ത്രം നമ്മൾ നാളെ ഇടാത്തവരാണ്. അളവ് തെറ്റിയാ പോലും വലിച്ചെറിയുന്നവരാണ്. ഭക്ഷണം ദൂർത്തടിക്കുന്നവരാണ്. കല്യാണത്തിലും സൽക്കാരത്തിലും എത്ര ഭക്ഷണങ്ങളാണ് നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത്. വസ്ത്രങ്ങൾ എത്രയാണ് നമ്മൾ വേസ്റ്റാക്കി കളയുന്നത്. പാവപ്പെട്ടവരുണ്ടോ? കഴിക്കാൻ ഭക്ഷണമില്ലാത്തവരുണ്ട്. ധരിക്കാൻ ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിലിടുന്ന ഖമീസിന്റെ 7 ഭാഗങ്ങൾ കഷ്ണം തുന്നിപ്പിടിപ്പിച്ച ഖമീസ് കണ്ടപ്പോ ആ ജൂതനായ മനുഷ്യൻ ആ ഖമീസിലേക്ക് തുരുതുരാ ചുംബിക്കുകയാണ്, പൊട്ടിക്കരയുകയാണ്. എന്നിട്ടതാ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിൽ ചെന്നുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ ഹബീബേ, കയ്യിൽ പിടിച്ച ഗ്രന്ഥത്തിൽ നിങ്ങൾ ഉണ്ടായിട്ടും മനസ്സിലാക്കാൻ പറ്റാതെ പോയ ഒരു നിർഭാഗ്യവാനാണ് ഞാൻ. ഇപ്പൊ നിങ്ങൾ അന്വേഷിച്ച് വരുമ്പോ വെറും 3 ദിവസത്തിന്റെ നാഴിക കൊണ്ട് എന്നിൽ നിന്ന് നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. എന്നിരുന്നാലും നിങ്ങളിലും നിങ്ങളെ റബ്ബിലും നിങ്ങളെ മതത്തിലും എനിക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞ് അവിടുന്ന് ആകാശ ലോകത്തേക്ക് നോക്കി ആ മനുഷ്യൻ ഉരുവിടുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ ഉച്ചരിച്ചതിന് ശേഷം 2 കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ജൂതനായ മനുഷ്യന് ദുആ ചെയ്തു അത്രേ, അല്ലാഹുവേ, എന്റെ ഇസ്ലാം മതം നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലിയത് നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഖബൂലായിട്ടുണ്ടെങ്കിൽ, ഈ സമയത്ത് തന്നെ എന്റെ റൂഹിനെ പിടിക്കണേ. ആ മുഹമ്മദില്ലാത്ത മദീന എനിക്ക് വേണ്ട. ആ റസൂലില്ലാത്ത ലോകം എനിക്ക് വേണ്ട. ആ റസൂലിനെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചത് ഖബൂലായിട്ടുണ്ടെങ്കിൽ എന്റെ റൂഹിനെ ഇപ്പൊ തന്നെ പിടിക്കണമെന്ന് പറയുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്വഹാബാക്കൾ ദൃക്സാക്ഷികളാണ്. എല്ലാവരും നോക്കി നിൽക്കെ ആ മനുഷ്യൻ അവിടെ കുഴഞ്ഞു വീണുപോയി. പോയി തട്ടി വിളിച്ചു നോക്കുമ്പോ ആ
മനുഷ്യൻ മരിച്ചുപോയ എത്ര സുഹൃത്തുക്കളെ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ണുകൊണ്ട് കാണാതെ കിതാബുകളില്ലതും തൗറാത്തിൽ പറഞ്ഞ മുമ്പ് കാലത്ത് പറഞ്ഞ ചരിത്രങ്ങൾ വെച്ചുകൊണ്ട് അവരൊക്കെ അള്ളാന്റെ റസൂലിനെ അത്ര സ്നേഹിച്ചിട്ടുണ്ടെങ്കിലോ ആ റസൂലിനെ കുറിച്ച് പറയുന്ന, ദീനിനെ കുറിച്ച് പറയുന്ന, ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന കിതാബുകളും ഗ്രന്ഥങ്ങളും ഖുർആനും ഒക്കെ കയ്യിലുള്ള നമുക്ക് എന്തേ ഇഷ്ക് വരാത്തത്, നമുക്കെന്തേ മുഹബ്ബത്ത് വരാത്തത്, നമ്മൾ എന്തേ ശരിയായ ആശിഖീങ്ങളാവാത്തത്? അത് ഇൽമിന്റെ പ്രശ്നമല്ല, അത് ഖൽബിന്റെ പ്രശ്നമാണ്. ഇപ്പൊ നേരത്തെ ഇവിടെ മജ്ലിസിന്റെ ആലപിച്ചുവല്ലോ, ഞാൻ സാന്ദർഭികമായി അതും കൂടി പറഞ്ഞു നിർത്തുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കളിൽ നിന്ന് വളരെ ശ്രേഷ്ഠരായ സ്വഹാബാക്കളാണ് യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദായ ആളുകൾ. അവരിൽ നിന്ന് തന്നെ ഏറ്റവും ശ്രേഷ്ഠരാണ് ബഹുമാനപ്പെട്ട സുഹാബുൽ ബദരീങ്ങള്. ഇവിടെ മജ്ലിസുന്നൂർ ആലപിച്ചപ്പോ എത്ര പേരാ സദസ്സിൽ പങ്കെടുത്തു എന്ന് എനിക്കറിയില്ല. ഞാൻ സാന്ദർഭികമായി ഒന്ന് ചോദിക്കുകയാണ്, ഇങ്ങനത്തെ സദസ്സിൽ പങ്കെടുക്കുമ്പോൾ മാത്രമാണോ നിങ്ങൾ മജ്ലിസുന്നൂർ ഓതുന്നത്? നിങ്ങളെ വീടുകളിൽ പാരായണം ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ ശരീരത്തോടെന്നോണം നിങ്ങളോടും കൂടെ ഞാൻ ഉണർത്തുകയാണ്, സദസ്സിൽ പങ്കെടുക്കുമ്പോൾ മാത്രം മജ്ലിസുന്നൂർ കാണണ്ട, അത് ജീവിതത്തിലുടനീളം കൊണ്ടുവരണം. മഹാന്മാരായിരിക്കുന്ന സാദാത്യങ്ങൾ തന്നതാണ്, അതിൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ഒരു ചെറിയ കാര്യം മാത്രം പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഏത് മുഅ്മിനായ മനുഷ്യനും അനുഭവിക്കുന്ന ഒരു ടെൻഷൻ ഉണ്ട്. നമ്മൾ റൂഹ് പോകുന്ന സമയത്ത് അവിടേക്ക് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വരുമത്രേ. വന്നിട്ട് നമുക്ക് വെള്ളം കുടിക്കാൻ ദാഹമായിരിക്കുന്ന സമയത്ത് അവന്റെ കയ്യിൽ ഒരു കുപ്പിയുണ്ടാകും, അതിൽ വെള്ളമുണ്ടാകും. ആ വെള്ളം കാണിച്ചുകൊണ്ട് ഇബ്ലീസ് പറയുമത്രേ, ഓ മനുഷ്യ, നിനക്ക് വെള്ളം വേണോ? വേണമെന്ന് പറയുമ്പോ മുഅ്മിനായ മനുഷ്യനോട് പറയും, നിനക്ക് വെള്ളം വേണമെങ്കിൽ നീ ഒരു ജൂതനാണെന്ന് പറ, അപ്പൊ ഞാൻ നിനക്ക് വെള്ളം തരാം. അപ്പൊ ആ മനുഷ്യൻ പറയും, ഇല്ല ഇല്ല, ഞാൻ ജൂതനാണെന്ന് പറയില്ല. എന്നാ നീ ഒരു നസ്രാനിയാണെന്ന് പറ. അപ്പോഴും പറയും, ഇല്ല ഇല്ല, എനിക്ക് കലിമ ചൊല്ലി മരിക്കണം, ഞാൻ നസ്രാനിയാണെന്ന് പറയില്ല. അപ്പൊ ഇബ്ലീസ് പറയും അത്ര, എന്നാൽ നിനക്ക് ലാ ഇലാഹ ചൊല്ലിയിട്ട് മരിക്കാനല്ല ആഗ്രഹം, എന്നാ അത് തന്നെ നടന്നോ, നീ ലാ ഇലാഹ ചൊല്ലിക്കോ, നിനക്ക് വെള്ളം തരാമെന്ന് പറയുമ്പോ ഇബ്ലീസിന്റെ വാക്ക് കേട്ടാ കിടക്കുന്ന മനുഷ്യന് പറയുമത്രേ, ലാ ഇലാഹ എന്ന് മാത്രം നാവിൽ നിന്ന് വരുമത്രേ. ചിന്തിക്കണം മുഅ്മിനീങ്ങളെ, ഇല്ലല്ല ഇല്ല ഇല്ലല്ല പറയാൻ അവന് സമ്മതിക്കില്ല. വെറും ലാ ഇലാഹ മാത്രം പറഞ്ഞാൽ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്. ആ മരിക്കാൻ കിടക്കുന്ന മുഅ്മിനായ മനുഷ്യന്റെ അടുത്ത് ഇബ്ലീസ് വന്നിട്ട് ലാ ഇലാഹ എന്ന് പറയലോടുകൂടെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇബ്ലീസ് പറയുമത്രേ, അന്ത കഫർതു ഇന്നി ബരീഉം മിൻക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, നീ കാഫിറായടോ എന്ന് പറഞ്ഞ് ഈ കുപ്പിയിലെ വെള്ളവുമായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ 100 മുഅ്മിനീങ്ങളെ കാഫിറാക്കിയാലും ഇതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കുറയുകയില്ല എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഞാൻ നിങ്ങളും മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇബ്ലീസ് വരും എന്നത് തീർച്ചയാണ്. അവൻ ആട്ടിയോടിക്കാൻ അവിടെ പറ്റിയ ആളുകൾ വേണം. ഞാൻ മരിക്കാൻ കിടക്കുമ്പോ എന്റെ ഉമ്മ ഉണ്ടാവാം, ഉപ്പയുണ്ടാവാം, സഹോദരങ്ങൾ ഉണ്ടാവാം, അവർക്കൊന്നും ഇബ്ലീസിനെ കാണാനുള്ള ശക്തി അല്ലാഹു കൊടുത്തിട്ടില്ല. കണ്ടാൽ അവർ ഓടിക്കുമായിരുന്നു, അവർക്കൊന്നും അതിനുള്ള ശക്തിയില്ല. അപ്പോ നമ്മൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇബ്ലീസിനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ആളുകൾ നമ്മൾ അടുത്ത് വേണം. അത് ആരാണ്? ദഹമൗതദ് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ആ ബദരീങ്ങൾ ഇബ്ലീസിനെ കാണാൻ കഴിയുന്നവരാണ്. അവരവിടെ ഉണ്ടെങ്കിൽ അവരവനെ ഓടിച്ചോളും, ഈമാൻ കിട്ടി മരിച്ചോളും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വിചാരിച്ച സമയം കഴിഞ്ഞുപോയി, നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തി നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
ശരിയായ ഉമ്മത്തുകളുടെ കൂട്ടത്തിൽപ്പെടുത്തി നബി തങ്ങളോടുള്ള മുഹബ്ബത്ത് വെച്ചുകൊണ്ട് സ്വഹാബാക്കളോടുള്ള മുഹബ്ബത്ത് വെച്ചുകൊണ്ട് പരിപൂർണ്ണ ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ശേഷം ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ദുആ ചെയ്യും. പ്രത്യേകിച്ച് വീട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ മിത്തബയിൽ ഉസ്താദിന്റെ ഭാര്യ, അതായത് എൻ്റെ അമ്മായിമ്മ മഹദി അവറുകൾ രോഗിയാണ്. പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതൊരു ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഭക്ഷണം കഴിച്ചിരുന്ന എൻ്റെ വീട്ടിലുള്ള ഉപ്പ, അദ്ദേഹം രോഗിയാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ സദസ്സിലേക്ക് പോകുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ അവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട്. ഗൾഫിൽ ജോലി ചെയ്യുന്ന സഹോദരങ്ങൾ, അങ്ങനെ ഒരുപാട് ആളുകൾ. അള്ളാഹു അവരുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കട്ടെ, രോഗങ്ങളൊക്കെ ശിഫയാക്കട്ടെ. ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല. നിങ്ങളൊക്കെ ദുആ ചെയ്യുമ്പോൾ എന്നെയും ഉൾപ്പെടുത്തണം എന്നുള്ള വസിയത്തോടുകൂടി നിർത്തുന്നു. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രവാചകരുടെ മഹബത്ത് ശക്തിപ്പെടുത്താൻ വാജപ്പള്ള ഇഷ്ഖെ മദീന കോൺഫറൻസ് കാരണമാവട്ടെ.